മറ്റൊന്ന്, ശക്തമായ മഴയിൽ തിരുവനന്തപുരം മുടവൻ മുകളിൽ വീടിന് മുകളിലേക്ക് മതിലിടിഞ്ഞു വീണു. വാട്ടർ അതോറിറ്റിയുടെ മതിലാണ് ഇടിഞ്ഞു വീണത്. വീടിന്റെ അടുക്കള ഭാഗം ഭാഗികമായി തകർന്നു. വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥൻ സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. അപകടകരമായി നിൽക്കുന്ന മതിൽ മുഴുവനും പൊളിച്ചു നീക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത്രയും വിഷയം ഉണ്ടായിരുന്നിട്ട് പോലും ഒരു വണ്ടി കൊണ്ടുവന്ന് ഈ തൽക്കാലം ഇപ്പോൾ ഉടനെ കെട്ടാൻ പറ്റത്തില്ല. പക്ഷേ ഈ വെയിറ്റ് ഒന്ന് മാറ്റാമല്ലോ. ഈ കരിങ്കല്ലും മണ്ണിനെയും കൂടെ മുകളിൽ നിന്നുകൊണ്ട് വണ്ടി വരാനുള്ള സൗകര്യമുണ്ട്. ഒന്ന് കോരി അങ്ങോട്ട് ബാക്കിലോട്ട് ഇട്ടെങ്കിൽ വെയിറ്റ് കുറഞ്ഞ് ഇരുന്നേരം. കൗൺസിൽ മാത്രമാണ് വന്ന് നോക്കിയിട്ട് കൗൺസിൽ വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞ്. പക്ഷേ ബന്ധപ്പെട്ട വേറെ ആരും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഡ്രെയിനേജിൻ്റെ നിന്നോ സർക്കാരിൻ്റെ തലത്തിൽ നിന്ന് ആരും ഇതുവരെയും വന്ന് നോക്കി ഇതിന് ഒരു പരിഹാരമില്ല. ഇപ്പോൾ ഉടനെ ഒന്നും കെട്ടാൻ പറ്റില്ല. പക്ഷേ ഈ വെയിറ്റ് ഒന്ന് കുറയ്ക്കാമല്ലോ. അരുൺ സോളമൻ ചേരുന്നു. അരുൺ, ആ മതിൽ ഇനിയും മുഴുവനായി പൊളിച്ചു കളയാൻ ഇനിയും സാങ്കേതിക തടസ്സം ഉണ്ടാകുമോ? റോഷ്നി, ഇത് സംഭവിക്കുന്നത് മുടവൻ മുകൾ കുന്നുബംഗ്ലാവ് റോഡിലുള്ള പ്രധാനമായും കുഞ്ചാലുമൂട് വാട്ടർ അതോറിറ്റിയുടെ മതിലാണ്. ഇന്ന് പുലർച്ചെ 4:30 മണിയോടുകൂടിയാണ് ശക്തമായ മഴയിൽ ഇടിഞ്ഞു വീണത്. ഇത് മറിഞ്ഞു വീഴുമ്പോൾ തന്നെ തൊട്ടടുത്തുള്ള വീടുകൾ, അവരുടെ അടുക്കളകൾ സഹിതം ഭാഗികമായിട്ട് തകരുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. പുലർച്ചെ സംഭവിച്ചതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായെന്ന് പറയാം. പക്ഷെ അപ്പോഴും കാര്യങ്ങളുടെ ഒരു കിടപ്പ് ഇപ്പോഴും പരിഹാരമായില്ല എന്നുള്ളതാണ്. ഇന്ന് രാവിലെ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ഏകദേശം 11 മണിയോടുകൂടിയാണ് വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർ പോലും സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നത്. പുലർച്ചെ തന്നെ ഈ വിവരം വാർഡ് കൗൺസിലറായിട്ടുള്ള ഗോപകുമാറിനെ നാട്ടുകാർ വിവരം അറിയിച്ചു. അദ്ദേഹം ഉടൻ തന്നെ വാട്ടർ അതോറിറ്റിയെ ഈ വിവരം അറിയിച്ച് ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നാലെയാണ് വാർത്ത വരുന്നത്. വാർത്തയ്ക്ക് ശേഷമാണ് ഉദ്യോഗസ്ഥർ ആ സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. ഇതിൽ 15 അടിയോളം ഉയരം വരുന്ന ഒരു കരിങ്കല്ല് കെട്ടാണ്. അത് വർഷങ്ങളോളം പഴക്കമുണ്ട്. പക്ഷേ പല ഘട്ടങ്ങളിലായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ തന്നെ താമസിക്കുന്നവരൊക്കെയും പല ഘട്ടങ്ങളിലായിട്ട് ഈ മതിൽ പൊളിച്ചു നൽകണം. കാരണം തങ്ങൾക്ക് ജീവിക്കാനായിട്ട് അവിടെ പ്രത്യേകിച്ച് മഴക്കാലത്ത് വളരെയധികം ഭയപ്പാടോടുകൂടിയാണ് അവിടെ ജീവിച്ചു വന്നിരുന്നത്. ഇപ്പോൾ അത് മറിഞ്ഞു വീണപ്പോൾ ഇപ്പോൾ തൊട്ടടുത്തുള്ള വീടുകളിലുള്ള ആൾക്കാർ പോലും ഭയത്തോടുകൂടി ജീവിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മതിൽ മറിഞ്ഞു വീഴുന്നപ്പോൾ തന്നെ അടുക്കളയുടെ തൊട്ടടുത്തുള്ള ഒരു ബെഡ്റൂമിൽ ഒരു പ്രായം ചെന്ന ഒരു അമ്മയായിരുന്നു കിടന്നിരുന്നത്. അവർക്ക് അവിടെ നിന്ന് എഴുന്നേറ്റൊന്ന് ഓടാൻ പോലും കഴിയാത്തൊരവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോഴും അതിനുശേഷം ആണ് വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർ, എയും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ അവിടെ എത്തി പരിശോധന നടത്തി. നിലവിൽ നാട്ടുകാരും വാർഡ് കൗൺസിലറും മുന്നോട്ട് വെച്ച ആവശ്യം പരിഹരിക്കാമെന്ന ഉറപ്പാണ് നൽകിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ മഴയത്ത് കുതിർന്നിരിക്കുന്ന മതിലാണ്. ഏത് നിമിഷം വേണോ നിലംപൊത്താവുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയിരിക്കുന്നു. മറ്റൊന്ന്, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ മേയർ ആര്യ രാജേന്ദ്രനായിരുന്നു ആ വാർഡിന്റെ കൗൺസിലർ കൂടി. അന്ന് ആ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച ഡ്രെയിനേജുമായി ബന്ധപ്പെട്ടുള്ള മണൽ നീക്കം, അവിടുന്ന് എടുത്ത മണ്ണ് ഈ മതിൽക്കെട്ടിന് തൊട്ടപ്പുറത്താണ് ഇറിഗേഷൻ വകുപ്പ് കൊണ്ട് ഡംപ് ചെയ്തത്. അങ്ങനെ ആ മണ്ണ് ഡംപ് ചെയ്തതിന്റെ ഒരു ഈർപ്പം നിലനിന്നത് കാരണമാണ് പെട്ടെന്ന് ഇപ്പോൾ മതിൽ വീണതെന്നുള്ള ഒരു വിലയിരുത്തലാണ് നാട്ടുകാരെത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് JCB എത്തി ആ ഭാഗത്തുള്ള ഈ മറിഞ്ഞിട്ടുള്ള കരിങ്കല്ലൊക്കെ നീക്കം ചെയ്യുമെന്നുള്ള ഉറപ്പാണ് നാട്ടുകാർക്ക് നൽകിയിരിക്കുന്നത്. റോഷ്നി. ശരി.